ചേട്ടായി തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇത് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. 2 സെക്കൻഡ് കൊണ്ടാണ് ആ സ്വർണം നഷ്ടപ്പെട്ടത്. നമ്മൾ അറിയുന്നില്ല. പോലീസുകാരുടെ പ്രചോദനം മൂലമാണ് ഞങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നത്. രാവും പകലുമില്ലാതെ അവർ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ സാധനം തിരിച്ചു. വായ്പയായി വാങ്ങിയ 3 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാനായി പോകുന്നതിനിടയിൽ ബസ്സിൽ നിന്ന് ഈ ആഭരണങ്ങൾ മോഷണം പോകുന്നു. ഇതോടെ ആകെ പ്രതിസന്ധിയിലായ, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച കുടുംബത്തെ ചേർത്ത് നിർത്തുകയും ഈ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തുകയും സ്വർണം വീണ്ടെടുത്തു നൽകുകയും ചെയ്തിരിക്കുകയാണ് കടുത്തുരുത്തി പോലീസ്. കടുത്തുരുത്തി സ്വദേശിനിയായിട്ടുള്ള ശ്രീലത രവീന്ദ്രൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഇക്കഴിഞ്ഞ നവംബർ മാസം 26-ാം തീയതി ബസ് യാത്രക്കിടയിൽ നഷ്ടപ്പെടുന്നത്. ഇതേ തുടർന്ന് കടുത്തുരുത്തി പോലീസിലെത്തി തങ്ങളുടെ അവസ്ഥകൾ പറയുന്നു. തുടർന്ന് കടുത്തുരുത്തി SHO AS അൻസലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാട് സ്വദേശിനിയായ രതി എന്ന നാടോടി സ്ത്രീയെ പിടികൂടുകയുമായിരുന്നു. ഇപ്പോൾ കോടതി വഴി ആ സ്വർണ്ണാഭരണങ്ങൾ ഈ കുടുംബത്തിന് തിരികെ ലഭിച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലായൊരു സമയമായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ലൈഫിൻ്റെ വീട് വെച്ചതിൻ്റെ കടങ്ങളും കൃഷി നടത്തിയതിൻ്റെ ഒത്തിരി 3-5 ലക്ഷം രൂപ ബാങ്കിൽ കടവുണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ ബന്ധുവായവരോട് ഞാൻ വായ്പ മേടിച്ചുകൊണ്ട് പോയതാണ്. ഈ 3 ലക്ഷം രൂപ അടുത്ത് വില വെടിപ്പ് വരുന്ന സ്വർണം ബസ്സിൽ വെച്ച് ചേച്ചിയുടെ മോള് കൊണ്ട് തരുന്നു. ഞാൻ ആ ബസ്സിൽ കയറി ഒഴുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഈ ബാഗിനകത്ത് ഇന്ന് ഈ നാടോടി സ്ത്രീകൾ മോഷ്ടിക്കുകയും ഞാനിത് മോഷണം പോയത് അറിയുന്നില്ല. ഞാനിത് ബാങ്കിൽ ചെന്ന് ഈ സ്വർണ്ണം എടുക്കാൻ ബാഗ് തുറന്നപ്പോഴാണ് സ്വർണം ബാഗിനകത്തില്ല. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭ്രാന്തിയുടെ ഒരു അവസ്ഥയായിപ്പോയായിരുന്നു. ഞാൻ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ബഹളം വയ്ക്കാതെ അതിന് പരിഹാരം കാണാം. അന്നവരും എന്നെ വഴക്കൊന്നും പറയാതെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചേർത്ത് നിർത്തി. ബാങ്കിൽ ചെന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും സ്വർണ്ണം ഞാൻ ബാങ്കിൽ ഒരു 4 ലക്ഷം രൂപ എടുത്തോളം അടയ്ക്കാനുണ്ട്, അതും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, കയ്യിൽ വായ്പ മേടിച്ചുകൊണ്ട് പോയി സ്വർണവും നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഞങ്ങൾ ചേട്ടായി തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇത് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. അവരുടെ പേരിൽ സ്വർണം വാങ്ങിച്ചവരുടെ പേരിൽ ഞങ്ങൾക്കുള്ള 3 സെൻറ്റ് സ്ഥലവും ഒരു ലൈഫിൻ്റെ വീടും കൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടില്ല. ആ വീട് നമുക്ക് അവരുടെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതി കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാമെന്നാണ് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ ഉടനെ തന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. അവിടുത്തെ SHO അൻസിൽ സാറും ദീപു സാറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും എല്ലാ ഉദ്യോഗസ്ഥരോട് എല്ലാവരും ഞങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് അൻസിൽ സാറും ദീപു സാറും ഞങ്ങളോട് ചേർത്ത് പിടിച്ച്, നിങ്ങൾ വിഷമിക്കണ്ട ചേച്ചി, ഇതിന് ഇപ്പം ഞങ്ങളൊരു പരിഹാരം കണ്ടെത്തി തരും, നിങ്ങൾ വിഷമിക്കണ്ട. അവർ ഞങ്ങളോട് ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ട് അവർ ഞങ്ങളോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ കണ്ട ഞങ്ങൾ സാറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല സാറ്, ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇത്രയും ലക്ഷം രൂപയുടെ മുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ യാതൊരു നിവൃത്തി ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ അൻസിൽ സാറും ദീപു സാറും പറഞ്ഞു, ചേച്ചി ഞങ്ങളെക്കൊണ്ട് മാക്സിമം ഞങ്ങൾ പരിശ്രമിക്കും, കണ്ടെത്തും. അതുകൊണ്ട് നവംബർ 26-ാം തീയതി നടന്ന സംഭവമാണ്. ഇലക്ഷൻ്റെ സമയവും അവരുടെ ഡ്യൂട്ടി സമയം, ഇലക്ഷൻ്റെ പ്രവർത്തനവും ശബരിമല സീസണിൻ്റെ ആ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള സമയങ്ങൾ അവർ കണ്ടെത്തി. അവർ CCTV അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ മോഷ്ടാവിനെ കൊല്ലത്ത് നിന്ന് കണ്ടെത്തുകയും ഡിസംബർ 6-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും അങ്ങനെ അവരെ കോടതിയിലേക്ക് അയക്കുകയും അവിടുന്ന് കോടതി മുഖാന്തരം ഇന്നലെ ഞങ്ങൾക്ക് വൈക്കം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വർണം 4 മണിയായപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തരികയും ചെയ്തു. നിങ്ങൾ ഈ സ്വർണം തിരികെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ? ഇല്ല സാറേ, ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഈ സ്വർണം കിട്ടുമെന്ന്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി പേരിങ്ങനെ സ്വർണം കട്ടുകൊണ്ട് പോകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മടിയിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നതാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ബാഗ് തോളയിട്ട സമയം കൊണ്ട് 2 സെക്കൻഡ് കൊണ്ടാണ് ആ സ്വർണം നഷ്ടപ്പെട്ടത്. നമ്മൾ അറിയുന്നില്ല. പിന്നെ രാപകലില്ലാതെ അവരുടെ അന്വേഷണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് തിരികെ കിട്ടാൻ സാധിച്ചത്. അതുകൊണ്ട് എന്തോരം നന്ദി പറഞ്ഞാലും കടുത്തുരുത്തി പോലീസിലെ SHO അൻസിൽ സാറിനും ദീപു സാറിനും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സ്വർണം കിട്ടിയതിന് ശേഷം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ സാറിനോടാണ് 500 രൂപ വായ്പ മേടിക്കുകയും എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് 500 രൂപ വായ്പ മേടിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ കോടതിയിൽ പോയത്. അതിൽ നിന്ന് ബാക്കി കുറവുണ്ടായിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ഒരു ചെറിയ കേക്ക് വാങ്ങിച്ച് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി. ആ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ച് അതിൽ ഞങ്ങൾക്ക് അതിന് അവരോട് നിന്നുള്ള കടപ്പാടും നന്ദിയും എന്നും ജീവിതകാലം മുഴുവനും ഉണ്ടാകും. പോലീസുകാരുടെ പ്രചോദനം മൂലമാണ് ഞങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതും. കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. രാവും പകലുമില്ലാതെ അവർ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ സാധനം തിരിച്ചു തന്നിരിക്കുന്നത്. ഇന്നലെ വൈക്കം കോടതിയിൽ വെച്ചാണ് 4 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണം തിരികെ കിട്ടിയത്.
പോലീസുകാരോട് എനിക്ക് നന്ദി വാക്കിൽ പറഞ്ഞാൽ തീരുമില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് ആത്മഹത്യയെക്കുറിച്ചടക്കം ഈ കുടുംബം ചിന്തിച്ചതാണ്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി അത് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു. ഇനി ആത്മഹത്യയല്ല, തങ്ങൾക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഇവർ പോലീസുകാരോട് പറഞ്ഞത്. ആ സമയത്ത് അവർ ചേർത്ത് നിർത്തുകയും ഇവർക്ക് വേണ്ട മനോധൈര്യം പകർന്ന് നൽകുകയുമായിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ കണ്ടെത്തി തരും എന്ന് ഇവർക്ക് പോലീസ് വാക്ക് നൽകുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ള രതി എന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കുകയുമായിരുന്നു. ഇന്നലെ ഈ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ച ഒരു അവസരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവരുടെ ഒരു സന്തോഷം പങ്കിടുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ജീവിതത്തിൽ ആ ഉദ്യോഗസ്ഥരെ മറക്കില്ല എന്നുള്ളതാണ് ശ്രീകലയും ഭർത്താവ് രവീന്ദ്രനും പറയുന്നത്. കടുത്തുരുത്തിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.